ഇല്ല പോകാം. ചേട്ടൻ പോകാം. ചേട്ടൻ പോകാം. ഇല്ല ചേട്ടൻ പോകാൻ ദേശോ റെഡിയാണോ? ചേച്ചന്മാർ റെഡിയാണോ? അയ്യടാ മാവാവന്റെ കയ്യിൽ എല്ലാവരും കൂടെ പിള്ളേരെയും പെറുക്കി എങ്ങോട്ടേക്കാണെന്നല്ലേ? വെറുതെ ഒന്ന് മൂന്നാർ പോയിട്ട് വരാനേ. ചോറൊക്കെ ഉണ്ട് ചൂടെടുത്തിരുന്നപ്പോൾ മൂന്നാർ ക്ലൈമറ്റ് എങ്ങനെയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് വരാൻ നിർത്തും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ സെക്കൻഡ് മൈൽ വ്യൂ പോയിൻ്റാണ്. ഞങ്ങൾ താമസിക്കുന്ന ആനച്ചാലാണ്. പക്ഷേ അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ആ ചൂടിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇവിടെ, നല്ല വ്യൂ. ആ കാണുന്നതാണ് ചെങ്കുളം ഡാം. പിന്നെ ഇപ്പോഴേ മൂന്നാർ പോകുന്ന വഴിയെല്ലാം ജക്രാന്ത ഫ്ലവേഴ്സ് പൂത്ത് നിൽപ്പുണ്ട്. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. അപ്പോൾ സമയം കിട്ടുമ്പോൾ മൂന്നാറിലോട്ടൊരു ഡ്രൈവ് ഇറങ്ങിക്കോ. നമ്മൾ പിന്നീട് പോയത് മൂന്നാറിലെ ടീ പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യുന്നവർ താമസിക്കുന്ന ലയൺസ് കെട്ടിടങ്ങളുണ്ട്. അപ്പോൾ ഓരോ ലയൺസ് കെട്ടിടങ്ങൾക്കും അടുത്തായിട്ട് ഓരോ മൈതാനങ്ങളാണ് അവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനേ. അപ്പോൾ അങ്ങനെയുള്ളൊരു മൈതാനം കണ്ടപ്പോൾ നമ്മൾ ഇവന്മാരെ ഒന്ന് ഇറക്കി കളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. രണ്ടുപേരും നല്ല ഓട്ടമാണ്. ഇവിടെ വീണാലും ഒന്നും പറ്റുകയില്ല കേട്ടോ. ഫുൾ പുല്ലായതുകൊണ്ട് നല്ല പതുപതാന്നിരിക്കും. പിന്നെ ചെറുതായിട്ട് മഴ തുള്ളാൻ തുടങ്ങിയപ്പോഴത്തേനും പയ്യെ കയറാനായിട്ടുള്ള പ്ലാനായി നമ്മൾ. ഇപ്പോൾ ക്ലൈമറ്റ് വൈസ് നോക്കുവാണെങ്കിൽ നല്ല ടൈമാട്ടോ മൂന്നാർ വരാനായിട്ട്. കുട്ടികളെയും കൊണ്ട് വരാൻ ഇപ്പോൾ നല്ല ബെസ്റ്റ് ടൈമാട്ടോ. കാരണം ഓവറായിട്ടുള്ള തണുപ്പ് ഇപ്പം മൂന്നാർ തോന്നിക്കില്ല. പക്ഷേ നല്ല റിലാക്സിങ് ആണ് സാധനം. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ മൂന്നാർ ലോക്കൽ മാർക്കറ്റിലോട്ടാണ്. മറയൂർ റോട്ടിലാണ് ഈ മാർക്കറ്റ് ഉള്ളത്. പണ്ട് മൂന്നാറിൽ ആദ്യം വന്നപ്പോൾ പപ്പയുടെ കൂടെ ഈ മാർക്കറ്റിൽ ഞാൻ വന്നിട്ടുണ്ട്. രാത്രിയിലാണ് വന്നത്. പക്ഷേ അന്നുള്ള മാർക്കറ്റല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 1899 ഈ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എറണാകുളത്തൊക്കെ കാണുന്ന ലുലു മോള് പോലെ ഇവിടുത്തുകാരുടെ ലുലു മോളാണ് ഇത്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും തന്നെയില്ല. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ തുണിത്തരങ്ങൾ, പലചരക്ക് സാധനങ്ങൾ, സ്നാക്സ് ഐറ്റംസ് എല്ലാം ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷേ കുഞ്ഞു കുഞ്ഞു കടകളായിട്ടാട്ടോ ഇവിടെ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതാണ് പ്രത്യേക രസം. കണ്ടില്ലേ, വെജിറ്റബിൾസൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിലേക്കൂടെ വെറുതെ ഇങ്ങനെ നടന്നു. ഒന്നും തന്നെ വാങ്ങിയില്ല, വെറുതെ എല്ലാം കണ്ട് ഇങ്ങനെ നടന്നു. ഇതിവിടെ ഒരു ചെറിയ തുണിക്കട കാണുന്നുണ്ട്. പിന്നെ ഈ ഇരിക്കുന്നത് കുറേ പപ്പടങ്ങളുള്ള ഒരു കടയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഈ ഒരു തരം ബാറ്റ് പോലെയും കൊട്ട പോലെയൊക്കെ ഇരിക്കുന്ന, സിലിണ്ടർ പോലെയൊക്കെ ഇരിക്കുന്ന കുറേ ഷേപ്പുകളുള്ള പപ്പടങ്ങളില്ലേ, അതുപോലത്തെ പപ്പടങ്ങൾ. അവിടെ നിന്ന് കുറച്ച് പപ്പടം വാങ്ങിയിട്ടോ ഞങ്ങൾ. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഈ കാണുന്നത് ഇറച്ചിയുണ്ട്, മീനുണ്ട്, പച്ചമീനും ഉണക്കമീനും, പിന്നെ വെളുത്തുള്ളി, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഉണക്കമീൻ്റെ ഒരുപാട് റേറ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഉണ്ടല്ലേ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നത്. ഞങ്ങളിതിൽ കൂടെ വെറുതെ നടന്നപ്പോഴാണ് നമ്മൾ ചീര കണ്ടത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര. ഇത് പരിപ്പ് ചീര എന്ന് പറയും. പരിപ്പിൻ്റെ കൂടെയൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ലതാണ്. അത് കുറച്ച് വാങ്ങിച്ചു. പിന്നെ ഇതേ കണ്ടോ, തുണിക്കടകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. ചെരുപ്പ് കട, തുണിക്കട, സ്വർണ്ണക്കട എന്ന് വേണ്ട ഈ മാർക്കറ്റിലില്ലാത്ത കടകളൊന്നുമില്ല കേട്ടോ. ഈ മാർക്കറ്റ് കൂടുതലായിട്ടും ഇവിടുത്തെ എസ്റ്റേറ്റിലുള്ളവരൊക്കെയാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടൂറിസ്റ്റുകൾ അധികം തന്നെ ആരും ഇങ്ങോട്ട് വരാറില്ല. പലപ്പോഴും അങ്ങനെ ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ മൂന്നാർ വരികയാണെങ്കിൽ ഈ മാർക്കറ്റിലും കൂടി ഒന്ന് കയറി ഇറങ്ങണേ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാനായിട്ടുള്ള പ്ലാനായി. ഈ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരെയായിട്ട് മാറ്റിയാണ് വണ്ടി പാർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു പാലമുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് വെറുതെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ്, ഈ കാണുന്നതാണ് നമ്മുടെ മൂന്നാർ എന്ന് പറയുന്നത്. മൂന്നാറുകൾ ചേർന്ന് കൂടുന്ന സ്ഥലമാണ് മൂന്നാർ. അപ്പം ഈ മൂന്നാറിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 3 മലകളിലായിട്ട് ക്രിസ്ത്യൻ പള്ളിയും അമ്പലവും മുസ്ലിം പള്ളിയും ഉണ്ട്. അപ്പം ഞാൻ പോകുന്ന പാലം അമ്പലത്തിലോട്ടുള്ള പാലമാണേ. അവിടെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും അതിലും ഇടവഴിയിലൂടെ കുറേ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. ഈ മാർക്കറ്റ് പോലെ തന്നെ ഈ മാർക്കറ്റിൻ്റെ തന്നെ വേറൊരു ഭാഗമാണിത്. അപ്പോൾ അവിടെ കൂടുതലായിട്ടും ഫാൻസി ഷോപ്പുകളും പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന കടകളും മൊബൈൽ കടകൾ, തുണി തയ്ക്കുന്ന കടകൾ, അങ്ങനെയുള്ള കടകളാണുള്ളത്. അവിടെ ഇതുപോലെ ചെറിയ ചെറിയ കടകൾ, ഒരു 1-2 ആളുകൾക്ക് നിൽക്കാൻ മാത്രം സ്ഥലമുള്ള കടകളാണ്. പക്ഷേ വളരെ ഭംഗിയായിട്ട് എല്ലാ കൂട്ട സാധനങ്ങളും അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി സാധനങ്ങളും നമുക്കവിടെ കിട്ടും കേട്ടോ. പിന്നെ സെറ്റ് കിട്ടുന്ന കടകളൊക്കെ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും മൂന്നാർ വരികയാണെങ്കിൽ ഈ മാർക്കറ്റിൽ കൂടെ ഒന്ന് കയറിയിട്ട് പോകണം കേട്ടോ. നിങ്ങൾക്ക് പുറത്ത് കിട്ടുന്നേക്കാളും വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടും ഇവിടെ.
പിന്നീട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:45, 6 ആയിട്ടുണ്ട്. നമ്മൾ മുന്നേ പോകുമ്പോൾ ഇവിടെയൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പം ചെറുതായിട്ട് കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ 2-ാം മൈൽ വ്യൂ പോയിൻ്റ് എത്തിയിട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ പോയപ്പോൾ ചെങ്കുളം ഡാമും ഒക്കെ കണ്ടത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല മഞ്ഞായിട്ടുണ്ട്. താഴോട്ട് നോക്കി ഒന്നും കാണാൻ പറ്റില്ല ഇപ്പോൾ, കാരണം അവിടെ എല്ലാം നന്നായിട്ട് മഞ്ഞ് മൂടിക്കിടക്കാം. വരുന്ന വണ്ടികളെല്ലാം തന്നെ ഇവിടെ നിർത്തുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒന്നും കാണില്ല. ഇപ്പോൾ രാവിലെ അല്ല, ഉച്ചയ്ക്ക് നമ്മൾ വന്ന സമയത്ത് എന്ത് നല്ല രസമായിരുന്നു ഇവിടെ കാണാൻ. ഇപ്പോൾ ഫുൾ മഞ്ഞ് മൂടിക്കിടക്കാണ്, നല്ല തണുപ്പുണ്ട്. അതുവഴി ഒരു ടൂറിസ്റ്റ് ബസ് പോയപ്പോൾ അതിലെ പാട്ട് കേട്ട് ഡാൻസ് കളിക്കാട്ടോ അധ്യക്ഷവും. എന്നാൽ പിന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ. ഒരു കാര്യം കൂടി പറയാം, അവധിക്കാലമല്ലേ വരുന്നത്, മൂന്നാറിലോട്ട് പോരെ കേട്ടോ. നല്ല ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ വരാൻ.